ശ്രീലങ്കയിൽ നാശം വിതച്ച് ഡിക്റ്റുവ ചുഴലിക്കാറ്റ്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം 100 കടന്നു. 2 ലക്ഷം പേരാണ് ദുരന്തം അനുഭവിക്കുന്നത്. തമിഴ്നാട്ടിലും കനത്ത മഴയ്ക്കുള്ള പ്രവചനമുണ്ട്. ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകിച്ചും തീരദേശ ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് ശ്രീലങ്കൻ എയർവേസിൽ പുറപ്പെട്ട മലയാളികൾ അടങ്ങുന്ന സംഘം 48 മണിക്കൂറിലധികമായി കൊളംബോ എയർപോർട്ടിൽ കുടുങ്ങിയ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് പാർവതി സത്യദേവനിലേക്ക് ഒന്ന് പോകണം തത്സമയ വിവരങ്ങളുമായി. പാർവതി, വളരെ പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് ശ്രീലങ്കയിൽ അനുഭവിക്കുന്ന ദുരിതമാണ്. ശക്തമായ ചുഴലിക്കാറ്റുണ്ടായി, അത് വലിയ പേമാരിക്ക് വകവെച്ചു, തിരമാലകൾ ഉയർന്നു, 100ഓളം മരണങ്ങൾ എന്ന് പറയുമ്പോൾ സ്ഥിതി അതീവ ഗുരുതരമാണെന്നാണല്ലേ? രഞ്ജിത്ത്, ശ്രീലങ്ക വിറങ്ങലിച്ചിരിക്കുകയാണ്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയ വലിയ ദുരന്തത്തിൽ 100ലധികം പേർ മരിച്ചു. ലാൻഡ്സ്ലൈഡിലും മണ്ണിടിച്ചിലിലും പ്രളയത്തിലുമായി ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അതിൽ ഇവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മരിച്ചവരുടെ എണ്ണം 100 കടന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. 2 ലക്ഷത്തിലധികം പേരാണ് ഈ ചുഴലിക്കാറ്റ് മൂലം ദുരന്തം അനുഭവിക്കുന്നത്. പലയിടങ്ങളും, ശ്രീലങ്കയുടെ മിക്കയിടങ്ങളും വെള്ളക്കെട്ടാണ്. പ്രളയവും മണ്ണിടിച്ചിലും ദുരിതം ഇരട്ടിയാക്കി. വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം തകർന്ന സ്ഥിതിയാണ്. നദികളിലെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. ഇതോടുകൂടി വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവുമൊക്കെ രൂക്ഷമായ സ്ഥിതിയുണ്ട്. ഇപ്പോൾ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് അടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് 50ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. സദേൺ റെയിൽവേയും നിരവധി ട്രെയിനുകൾ ക്യാൻസലാക്കിയിട്ടുണ്ട്. റോഡ് ഗതാഗതവും ഇന്റർനെറ്റും തടസ്സപ്പെട്ട നിലയിലാണ്. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നാളെ ഈ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കൊടുങ്കാറ്റ് ഇതിനകം തന്നെ ശ്രീലങ്കയിൽ വലിയ നാശമാണ് വിതച്ചത്. ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ യോഗം ചേർന്ന് നില വിലയിരുത്തിയിട്ടുണ്ട്. സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. മാനുഷികമായ സഹായവും ഈ ദുരന്തബാധിത ദ്വീപ് രാഷ്ട്രത്തിന് മാനുഷിക സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 12 ടൺ ടെന്റുകൾ, ടാർപോളിൻസ്, ബ്ലാങ്കറ്റ്, ഹൈജീൻ കിറ്റ്, അതുപോലെ തന്നെ ഭക്ഷണം എന്നിവയെല്ലാം കൊളംബോയിൽ എത്തിച്ചിട്ടുണ്ട്. ചെന്നൈ ഉൾപ്പെടെ 14 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. നാളെ പുലർച്ചയോടുകൂടി വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിലേക്ക് ചുഴലിക്കാറ്റ് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം. ഇവിടെ തമിഴ്നാട്ടിലുടനീളം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തഞ്ചാവൂർ, തിരുവാരൂർ, നാഗപട്ടണം, മയിലാടുംതുറൈ എന്നിവയുൾപ്പെടെ ഉള്ള ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. പുതുച്ചേരി തുറമുഖത്ത് 2ാം നമ്പർ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സിഗ്നലും നൽകിയിട്ടുണ്ട്. ഈ തഞ്ചാവൂരും അരിയല്ലൂർ, പെരുമ്പള്ളൂർ, പുതുക്കോട്ടൈ, നാഗപട്ടണം, തിരുവാവൂർ, മയിലാടുംതുറൈ എന്നിവിടങ്ങളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് സ്ഥിതി വിലയിരുത്താനായി. വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തൊട്ടടുത്ത ആന്ധ്രാ തീരങ്ങളും എന്നിവിടങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ തീരത്തേക്ക് ചുഴലിക്കാറ്റ് അടുക്കുന്നതിനാൽ തീരദേശ ജനത ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മത്സ്യബന്ധനം പാടില്ല, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. ആളുകളെ, ഈ ദുരന്ത ബാധിതരെ സ്കൂളുകളിലേക്കും മറ്റ് പൊതു ഷെൽട്ടറുകളിലേക്കുമാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. സ്കൂളുകളെല്ലാം അടച്ചിട്ടിട്ടുണ്ട്. ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. കൊളംബോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നേരത്തെ തന്നെ വ്യാപാരം നിർത്തിവെച്ചിട്ടുണ്ട്. 250ലേറെ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രീലങ്കയ്ക്ക് സഹായം നൽകുന്നുണ്ട്. ISNS വിക്രാന്ത്, INS ഉദയഗിരി എന്നിവ സഹായത്തിനായി ഇന്ത്യ വിട്ടു നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. 8 NDRF ടീം, അതായത് 240 പേരടങ്ങുന്ന 8 NDRF ടീമിനെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായിട്ട് 60 പേരടങ്ങുന്ന സംഘമായി വിന്യസിച്ചിട്ടുണ്ട്. ഇവർ ഒപ്പം ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. ഏതായാലും വലിയ നാശമാണ് ശ്രീലങ്കയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ 26-ന് ശ്രീലങ്കയിൽ നിന്ന്, കൊളംബോയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാനുള്ള യാത്രക്കാർ, 64ഓളം മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദിവസങ്ങളായി കൊളംബോ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവർക്കായി ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് സഹായം ലഭ്യമാക്കിയിട്ടില്ലെന്നാണ് അവർ ന്യൂസ് 18നോടക്കം പറഞ്ഞത്. ഇവർക്ക് ഭക്ഷണമോ മതിയായ വെള്ളമോ താമസ സൗകര്യമോ മരുന്നോ ഒന്നുമില്ല. പലരും അവശരാണ്. കുട്ടികളടക്കമുള്ളവർ ഈ സംഘത്തിലുണ്ടെന്നും പറഞ്ഞു. ഏതാനും ഇന്ത്യൻ എംബസി ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് മലയാളികൾ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും സ്ഥിതി മറ്റ് രാജ്യങ്ങളും നിരീക്ഷിച്ചു വരികയാണ്. ശ്രീലങ്കയിലേക്ക് കൂടുതൽ സാഹചര്യം തുടരുക. ഈ സൗദിയിൽ നിന്ന് ശ്രീലങ്കൻ എയർവേസിൽ
കൊളംബോ വഴി കേരളത്തിലേക്ക് വരാനിരുന്ന യാത്രക്കാരാണ് കുടുങ്ങിയത്. അവർ നമ്മളോട് സംസാരിച്ചിരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവരുടെ ആ സംഭാഷണത്തിലേക്ക് കൂടി ഒന്ന് പോകണം. എംബസി അടക്കം ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. അങ്ങനെ പല ദേശത്തു നിന്നും കൊളംബോയിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. 26-ാം തീയതി റിയാദിൽ നിന്ന് തന്നെ ഫ്ലൈറ്റിലേക്കായിരിക്കും കുവൈറ്റുകാരും പറഞ്ഞു അവിടെ നിന്ന് ഫ്ലൈറ്റിലേക്കായിരിക്കും. അങ്ങനെ ഫ്രൈഡേ രാവിലെ ഏർലി മോർണിംഗിൽ കൊളംബോയിൽ റീച്ച് ചെയ്യേണ്ടതായ ഫ്ലൈറ്റ് സൈക്ലോണിന്റെ റീസണുള്ള കാരണത്താൽ വേറെ മട്ടല എന്ന് പറയുന്ന എയർപോർട്ടിലെത്തുകയും അവിടെ 3 മണിക്കൂറോളം റിയാദിൽ നിന്നുള്ള ഫ്ലൈറ്റുകാർ ആ ഫ്ലൈറ്റിനകത്ത് തന്നെ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഞങ്ങളെ പുറത്തിറക്കിയിട്ടില്ല. ഏകദേശം 9:30 ലാൻഡ് ചെയ്ത ഫ്ലൈറ്റ് 12:30 ആയപ്പോൾ ആൾക്കാരായി ഞങ്ങളെ എല്ലാം വെളിയിലിറക്കുകയും ഞങ്ങൾക്ക് ഒരു എയർപോർട്ടിനകത്ത് തൽക്കാലം ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നു. അത് കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞത് ബൈ റോഡ് നിങ്ങൾ കൊളംബോയിൽ പോകണം, അതിനുള്ള അറേഞ്ച്മെന്റ് അവർ ചെയ്തു തരുമെന്നും അത് പലരായി. അതാണ് സാഹചര്യം. ഏതായാലും ഇവരെ സംസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അത് ഇന്ത്യൻ എംബസി അടക്കം നടത്തണമെന്നുള്ള ആവശ്യമാണുള്ളത്. വലിയ പ്രതിസന്ധിയിലാണ് അവർ കൊളംബോ എയർപോർട്ടിൽ കഴിയുന്നത്. മറ്റൊരു വാർത്ത, സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളാണ് യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത പ്രവചിക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം മുൻനിർത്തി സംസ്ഥാനത്ത് അതീവ ജാഗ്രതയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ് വരെയും, കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയുമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.